ചേച്ചിയുടെ കല്യാണമായതായി കേൾക്കുന്നുണ്ട്. കല്യാണമാണോ, നിക്കാഹാണോ, വിവാഹമാണോ? ചേച്ചി സ്നേഹിക്കുന്ന ഒരു ഇക്കാനെയാണോ? പറഞ്ഞ ഫിയാൻസിയുടെ ഉമ്മയും വാപ്പ അയാളെ വെട്ടിക്കൊല്ലും. കേട്ടോ, ഉമ്മയും വാപ്പയും മുസ്ലിം ആണ് ഉറപ്പിച്ചേക്കുന്നത്. കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട്. ശരിക്കും സുധിച്ചേട്ടൻ കാരണല്ലേ ഇങ്ങനെയുള്ള ഒരു നിലയിലെത്താനായിട്ട് കാരണം? അദ്ദേഹത്തിന്റെ അനുഗ്രഹം മാത്രം. അപ്പൊ ഈവൻ ഇപ്പൊ ചേച്ചി കല്യാണം കഴിക്കുകയാണെങ്കിൽ രേണു സുധി എന്നുള്ള പേര് മാറ്റോ? ഇല്ല, ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. രേണു സുധി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ഇച്ചിച്ചി പേരൊന്നും അല്ല. ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും പേര് ഇട്ടാലോ? നമ്മുടെ ബിഗ് ബോസിനകത്ത് എമൗണ്ടിന്റെ കാര്യം എത്രയാണ് പേയ്മെന്റ് കിട്ടിയെന്നുള്ളത്? 10 ലക്ഷം പറയുന്നുണ്ട്, 20 ലക്ഷം പറയുന്നത്. എനിക്ക് ഒരു ദിവസം 10 ലക്ഷം. എനിക്ക് തല കയറുന്നു. 10 ലക്ഷം അല്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് എനിക്കായിരുന്നു 10,000. അല്ല, 5,000. ഇനിയും പറയണ്ട. തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നു. പൊന്നെ, തട്ട വിട്ടോടനെ അത് മുസ്ലിം പയ്യനെ ആവും. ചിലപ്പോ ചേഞ്ച് ആർക്കും. എന്നാ ഞാൻ മതം മാറുമെന്ന് പറയല്ലോ ആൾക്കാര്. അതിലും പുറത്തിരിക്കുന്ന തേങ്ങാട് അവസ്ഥയാ ജീവിതം. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. ക്ലാരിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രളയം മുട്ടിട്ടേക്കുക. കാമുകൻ ആരാണ്? സൗണ്ട് എങ്കിലും കേട്ടാല് ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ മെയിൻ സ്ട്രീം വണ്ണിനെ ആളെ ഞാൻ പരിചയപ്പെടുത്തി ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരെ തരാം ആളുടെ. ചേച്ചിയുടെ കല്യാണമായതായി കേൾക്കുന്നുണ്ട്. എന്താണ് കല്യാണമാണോ, നിക്കാഹാണോ, വിവാഹമാണോ? അതാണ് ഒന്നും അറിയില്ല. അതെ 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 അതെ. ഇല്ലടാ, കല്യാണം ഒന്നും ആയിട്ടില്ല. ആരൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളിച്ച് പറയാൻ നിക്കാഹ് നിക്കാഹ് പറയുന്നത് എനിക്കറിയാം. ഒരിക്കലും ഇല്ല, എനിക്ക് കല്യാണമൊന്നും ആയിട്ടില്ല. ഇല്ല. ഏതോ ഒരു ആളുമായിട്ട് റിലേഷൻ ആണ്, ഉടനെ കല്യാണം ഉണ്ടാവും. അത് ഈ ആൾക്കാർ പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്തായാലും അങ്ങനെ ഒരു അദൃശ്യ കാമുകൻ ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ അദൃശ്യമായിട്ട് ഇരിക്കട്ടെ. ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ ചിരിയിൽ ഒളിച്ചു കിടപ്പില്ലേ, ഉണ്ടെങ്കിൽ അവിടെ അദൃശ്യനായിട്ട് ഇരിക്കട്ടെ. അതപ്പോ എന്നായിരിക്കും റിവീൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ 2 വർഷം സമയം തരാം. 2 വർഷം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഇരിക്കുന്നതാണ്. ചിലപ്പം മറ്റേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉണ്ട്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ റിവീൽ ചെയ്യാൻ അപ്പൊ താല്പര്യമില്ലേ? ഇല്ല, ഒരു താല്പര്യമില്ല. ഇല്ലില്ല, താല്പര്യമില്ല. ഇല്ല. ആളുടെ ശബ്ദം പോലും ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു ആൾക്കാരിങ്ങനെ. ആൾക്ക് സൗണ്ട് ഇല്ലാത്ത ആളാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ കോൺവെർസേഷൻ ഞങ്ങൾ ചാറ്റ് ചെയ്യുവാണ്. ആൾക്കാർക്ക് ഇങ്ങനെ തോര വന്നിട്ടിരിക്കും. തോര വരെ രേണുസുധിയുടെ കാമുകൻ ആരാണ്? സൗണ്ട് എങ്കിലും കേട്ടാല് അവർക്ക് ഒരു സമാധാനമാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഫസ്റ്റ് എന്റെ അടുത്ത് തന്നെ പറയണം കേട്ടോ ഇങ്ങനെ വന്നിട്ട്. തീർച്ചയായിട്ടും ആമിനയോട് മാത്രം. ഞാൻ മെയിൻ സ്ട്രീം വണ്ണിനെ ആളെ ഞാൻ പരിചയപ്പെടുത്തി ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരെ തരാം ആളുടെ. ഓക്കെ, ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ രേണുസുധിയുടെ കാമുകൻ. അപ്പൊ പേഴ്സണലായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ എന്തോന്ന് കാമുകൻ? അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, 1-2. എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ക്ലോസ് ആയിട്ടുള്ള 1-2 പേര് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. എന്തായാലും എന്റെ ഫാമിലി, എന്റെ ചേച്ചി എന്റെ മാനേജർ കരീഷ്മ, അവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവർക്കറിയാം. എന്തോന്ന് കണ്ടോ സത്യങ്ങൾ പുറത്തുണ്ടോ? അല്ല, അവൾക്ക് എന്നെ അറിയാന്ന് ഞാൻ പറഞ്ഞു, അല്ലാതെ ഇതറിയാമെന്നല്ല പറഞ്ഞത്. എല്ലാം അറിയാം അവർക്ക്. അപ്പൊ എല്ലാം അറിയാവുന്നതിൽ എന്തോ ഉണ്ട്. നാണം കണ്ടാൽ അറിയാം. മതിലും പുറത്തിരിക്കുന്ന തേങ്ങാട് അവസ്ഥയാ ജീവിതം. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. കുട്ടി ഒരു കാറ്റാടാ. ക്ലാരിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മള് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും എന്താണ് നീക്കങ്ങളെന്ന്. നോക്കാം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രളയം മുട്ടിട്ടേക്കുക ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ പറയാ, അത് അനുരാഗം, അതാണ് ആ പാട്ടാണ്. അപ്പൊ ഇനി വേറെ ആരും ഹോപ്പ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. DM-ൽ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഇപ്പൊ മെസ്സേജ് വരാറുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോ. എങ്ങാനല്ലേ ബിരിയാണി കിട്ടിയാലോ. അയ്യോ, അങ്ങനെ. അപ്പൊ ഈവൻ ഇപ്പൊ ചേച്ചി കല്യാണം കഴിക്കുകയാണെങ്കിൽ രേണു സുധി എന്നുള്ള പേര് മാറ്റോ? രേഷ്മ തങ്കച്ചനിലേക്ക് ആവോ? ഇല്ല, ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതെ, രേണു സുധി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ഇച്ചിച്ചി പേരൊന്നും അല്ല, നല്ല പേരാണ്. അതാ ചോദിച്ചേ, രേണു സുധി എന്നുള്ള പേര് മാറ്റി രേഷ്മ തങ്കച്ചൻ. ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും പേര് ഇട്ടാലോ? അത് പറയാൻ പറ്റില്ല.
അപ്പൊ പിന്നെ അതിനകത്ത് കാര്യമില്ലല്ലോ കുട്ടി. ഇടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏത് പേരൊക്കെ ചേച്ചി ഇടാൻ പോവാ? ഏതായിരിക്കും ഇടേണ്ടത്? ചേച്ചിക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇഷ്ടമുള്ള പറ, എന്റെ മുഖത്തിന് ചേരുന്നൊരു പേര് പറ. കണ്ടിട്ടൊരു മീരാജാസ്മിനെയൊക്കെ പോലെ. മീരാജാസ്മിനോ? ഇനി അവരെനിക്ക് എന്നെ ഓടിക്കാനാണ്. അപ്പൊ പലരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന കാര്യമാണ്, പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരാൾ വളർന്ന് പന്തലിച്ച് 6 മാസം പോലും അല്ല ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ. വളർന്ന് ഒരാളുടെ സമയം തെളിയാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര പെട്ടെന്നായിരുന്നു അല്ലേ? അപ്പൊ ശരിക്കും സുധിച്ചേട്ടൻ കാരണല്ലേ ഇങ്ങനെയുള്ള ഒരു നിലയിൽ എത്താനായിട്ട് കാരണം? അതെ, യെസ്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം, അത് മാത്രമാണ്. മറ്റേ അതിനകത്തിരിക്കുന്ന തേങ്ങ പോലെ ആടിക്കൊണ്ടിരിക്കാന്നാ പറയണേ. ഇപ്പൊ ഞാനെന്താ ചോദിക്കാം, ഫിയാൻസിക്ക് എന്താ ജോലി ഇതൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജോലി ഉണ്ടെന്ന് പറയാം. ഉണ്ണിയുടെ ജോലി പറഞ്ഞ ഫിയാൻസിയുടെ ഉമ്മയും വാപ്പയും അയാളെ വെട്ടിക്കൊല്ലും. മറ്റെന്തോ കേട്ടോ, ഉമ്മയും വാപ്പയും മുസ്ലിം ആണ് ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ ചേച്ചി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അല്ലെങ്കിൽ ചേച്ചി ഇപ്പം മറ്റേ ഒലക്കപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാന്ന് പറയും. ഒലക്ക എന്താ തേങ്ങ, ആ തേങ്ങാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ചേച്ചി ഒരു സ്നേഹിക്കുന്ന ഒരു ഇക്കാനെയാണോ, ഉമ്മച്ചിക്കുട്ടി ആവാനുള്ള പ്ലാനാണോ? ഓ, ഞാൻ 2-3 റീൽ ഇട്ടായിരുന്നു, തലേ തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നു. പൊന്നെ, തട്ട വിട്ടോടനെ അത് മുസ്ലിം പയ്യനെ ആവൂ? അറിയാൻ പറ്റില്ല, ചിലപ്പോ ചേഞ്ച് ആർക്കും. എന്നാ ഞാൻ മതം മാറുമെന്ന് പറയല്ലോ ആൾക്കാര്. എന്തുവാണോ എന്റെ പൊന്നെ? എന്നാലും ചെറിയൊരു ക്ലൂ തരാമോ? ഇക്കായാണോ, ക്ലൂ തരാൻ എന്റെ പൈസ ആണോ, അച്ചാച്ചനാണോ? ഇച്ചായൻ, ഇക്ക, ചേട്ടൻ, പിന്നെന്തുവാ, പിന്നെ ഒരു പാകിസ്ഥാനി കൂടെ ആയിക്കോട്ടെ, അല്ലെ ഒരു സായിപ്പ് അറബിയും കൂടെ ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാം കൂടെ കലർത്തരാം. അതെങ്കിലും ഒന്ന് ക്ലൂ തരാമോ? നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മെയിൻ സ്ട്രീം. ഞാനൊരു സത്യം പറയട്ടെ, അല്ല ഒരു കാര്യം പറയട്ടെ, ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ജീവനോടുണ്ടെങ്കിൽ, എനിക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ, ഈ മെയിൻ സ്ട്രീം വണ്ണിന്റെ മുന്നിൽ മാത്രമേ ഞാനിത് എന്റെ മുന്നിൽ പറയത്തുള്ളൂ. ആമിനയുടെ മുന്നിൽ മാത്രമേ ഞാനിത് ഓപ്പൺ ആക്കത്തുള്ളൂ. ഇപ്പോഴില്ല, സമയമാകട്ടെ. അതിനു വേണ്ടി എത്ര നാള് കാത്തിരിക്കണം? എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. കണ്ടോ, ഇപ്പൊ ഈ പാട്ടൊക്കെ ഞാൻ എത്ര നാളെ ഇതിലൂടെ ഏകദേശം കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ചേച്ചി, അപ്പോ നമ്മുടെ ബിഗ് ബോസിനകത്ത് അതിനുശേഷം പലരും ഇങ്ങനെ റൂമേഴ്സ് വരുന്നുണ്ട്. ചേച്ചിക്ക് പലരും പറയുന്നുണ്ട് അമൗണ്ടിന്റെ കാര്യം, എത്രയാണ് പേയ്മെന്റ് കിട്ടിയെന്നുള്ളത്. 10 ലക്ഷം പറയുന്നുണ്ട്, 20 ലക്ഷം പറയുന്നുണ്ട്. ഏതൊരു ദിവസമോ? ഒരു മാസോ, ഒരു ദിവസമോ, ഒരാഴ്ചയോ? എനിക്ക് ഒരു ദിവസം 10 ലക്ഷം അങ്ങനെ പറയുന്നവർ ഒരുപാടുണ്ട്. അപ്പൊ കറക്റ്റ് എത്രയാണ് ചേച്ചിക്ക് കിട്ടുന്ന എമൗണ്ട്? 10 ലക്ഷം അല്ലേ? 20,000. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് എനിക്കായിരുന്നു. ഞാന് അല്ല, അതിലും കുറവാ. 5,000 ഇനിയും പറയണ്ട. ഇപ്പൊ മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളായിരുന്നു. കാരണം എനിക്ക് വേറൊന്നും അല്ലടാ, ബിഗ് ബോസിൽ വിളിക്കുമ്പം പേയ്മെന്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇത്ര രൂപയ്ക്ക് വില പേശാനോ ഒന്നും എനിക്ക് വില മീൻസ് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു അറിയില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അന്ന് മാനേജർ കരിഷ്മ ഇല്ലായിരുന്നു. പോയിന്റാണ്, മാനേജറായിട്ട് കരിഷ്മ ഇല്ലായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് പറയാം. എനിക്കിതിനെപ്പറ്റി എനിക്ക് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കണമെന്നോ ഒന്നുമില്ല. എനിക്ക് അന്നന്ന് കഴിയേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അന്നന്ന് കഴിയേണ്ട ആഹാരത്തിനുള്ള വക കിട്ടിയാൽ മതി എന്നുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ കോടികൾ മേടിക്കണമെന്നോ ലക്ഷങ്ങൾ മേടിക്കണമെന്നോ ഒന്നുമില്ല. ഇപ്പൊ കരിഷ്മ ഉള്ളതുകൊണ്ട് ഏകദേശം എനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് കുറച്ചെങ്കിലും അവള് പറഞ്ഞവള് മേടിച്ചു തരുന്നുണ്ട്. എനിക്കന്ന് പറയാൻ പോലും എനിക്ക് അതിനുള്ളൊരു അറിവില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച സൂചേട്ടനെയാണ്. സൂചേട്ടനാണെങ്കിൽ നാളെ തരാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞ് പേയ്മെന്റ് തരാന്ന് പറഞ്ഞാലും സൂചേട്ടൻ മിണ്ടാതെ കേട്ടോണ്ട് വരും. അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കണ്ടു പഠിച്ചുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ അധികം പേയ്മെന്റ് ഒന്നും പറയാം. സോ വളരെ ഏറ്റവും കുറവ് എനിക്കായിരുന്നു തോന്നുന്നു. ഞാൻ എത്രയാന്ന് പറയുന്നില്ല, ഇപ്പൊ തന്നെ അറിയാലോ എത്രയാന്ന്. മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ വിഷമമാണ്. നമ്മുടെ പ്രതീക്ഷ ആയിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല നിങ്ങളുടെ പണ്ടത്തെ മറ്റേ അടിപൊളി കപ്പിൾസ് ആയിരുന്നു, കോംബോ ആയിരുന്നു? പ്രതീക്ഷയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രതീക്ഷനെ കണ്ടിട്ടേ ഇല്ല. എനിക്കൊന്ന് പ്രതീക്ഷ റീലും തിരക്കും ഒക്കെ ആയിട്ട് നടക്കുക, ഞാൻ എന്റെ തിരക്കുമായിട്ട് നടക്കുക. പക്ഷെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് പ്രതീക്ഷയായിട്ട് ഒരു ആൽബം ചെയ്യണമെന്ന്. അപ്പം ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയതായിരുന്നു. പ്രൊഡ്യൂസർമാര് കേൾക്കുവാണെ ഞാൻ എന്തായാലും 10-15 ആൽബം ചെയ്തല്ലോ. ഇനി ഒരു ആൽബം പ്രതീക്ഷയായിട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചേച്ചി എന്നാണ് ബഹറിനിലേക്ക് പോകുന്നത്? ഞാൻ 6-ാം തീയതി പോകും. 6-ാം തീയതി പോകും. എന്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് ബഹറിനിലേക്ക് പോകുന്നത്?
എൻ്റെ സ്വന്തം ബാച്ചിലേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ഫാമിലി പോലെയാണ് ബാച്ചിലേഴ്സ്. ബാർ റെസ്റ്റോറൻ്റ് ആണ്, ഫാമിലി മെമ്പേഴ്സൊക്കെ എന്നെ കാണാൻ വരുന്നതാണ്. ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത നാട മുറിച്ച് ഇനോഗ്രേഷൻ ചെയ്ത എൻ്റെ സ്വന്തം ബാച്ചിലേഴ്സിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ മാനേജർ സുവിനാണേലും ഓണർ അവിടുത്തെ സൂര്യചേട്ടനാണേലും സ്റ്റാഫുകളാണേലും എല്ലാവരും നല്ല എന്താ പറയുക എന്നെ നോക്കിയിരിക്കാം വരാൻ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പെട്ടെന്ന് 10 ദിവസം കടന്നു പോകുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അത് ബഹ്റിൻ അയ്യോ ഇനിയിപ്പൊ ഞാൻ ബഹ്റിന് പോകുമ്പോഴേ ഇവിടെ അടുത്തത് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയി. അല്ലല്ല അവള് പോകുന്നത് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ. ബഹ്റിന്റെ അറബീന്റെ കൂടെ അവൾ വീണ്ടും പോയി. അടുത്ത പഴയ അറബിയായിട്ട് വീണ്ടും പോയി. നീഗ്രോയെ വിട്ടു, അറബിയായി, ആഫ്രിക്കക്കാരനെ വിട്ടു. ഇതൊക്കെ ആയിരിക്കും. എല്ലാരും തയ്യാറായിക്കോ. ഞാന് 6-ാം തീയതി എന്തായാലും കടൽ കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് UK കടൽ കിടക്കുന്നുണ്ട്. അതെ, UK എന്റെ കാമുകൻ എന്നാണ് എല്ലാവരുടെയും ഒരു ഊഹാപോഹം. അപ്പം അതിലും ഒരു ക്ലൂ തന്നിട്ടുണ്ട്. മേ ബി അബ്രോഡ് ആയിരിക്കാം കാമുകൻ. ഞാനെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് വരുന്നതിന് മുമ്പ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പണ്ട് ഈ സ്വപ്നമായിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ സാധിക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ചില കാര്യങ്ങളില്ലേ, നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ബിഗ് ബോസിന്റെ പടി കാണുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആവുമെന്നോ വിചാരിച്ചിരുന്നല്ല. ഒരിക്കലും അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്നൊക്കെ അത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ലോകത്തിൽ. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ബഹ്റിന് പോയപ്പോഴേ നമ്മൾ അവിടെ ചെല്ലുമ്പം എയർപോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ടല്ലോ ബഹ്റൈനിൽ. ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ എമിഗ്രേഷനിലെ സാറുമാരൊക്കെ നല്ല കൂട്ടാട്ടോ, എന്നെ അറിയാം. രേണുസുതി ദുബായിൽ വിട്ട ഞങ്ങളാകട്ടോ, ഞാനാകട്ടോ, നോ ആയിക്കോട്ടെ സാർ എന്നൊക്കെ പറഞ്ഞു. ബഹ്റൈനിൽ ചെല്ലുമ്പോൾ അവർ അറബികളല്ലേ ഇവിടെ ഇരിക്കും. ഈശ്വര എന്ത് പറയും, എനിക്കൊന്നും അറിയില്ല. അവരിപ്പോൾ ചോദിക്കും. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് വിസയും കൂടെ അല്ലേ, അപ്പം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്താ ഞാൻ നിന്ന് എന്ത് വിച്ച് സെലിബ്രിറ്റി, ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ്. എനിക്കൊന്ന് ഇന്റർനാഷണൽ ഷോ ആണ് ബിഗ് ബോസ്. അപ്പൊ അങ്ങനെ ഒരു ബിഗ് ബോസിൽ ലാലേട്ടന്റെ ബിഗ് ബോസ്, ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ്. ഇപ്പം ചേച്ചിയെ വിമർശിക്കുന്നവരുടെ കൂടെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളേ? സ്നേഹിക്കുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. വീണ്ടും നിങ്ങൾ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ കവിഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരത്തെ ഓടി വന്ന് മിണ്ടുന്നവര് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ചിലവര് പേടി, ചേച്ചിയെ മിണ്ടുവോ, പേടിയാണോ എന്നൊക്കെ മാറുന്നു. ജാടയാണോ? ഒരിക്കലുമല്ല. ഞാൻ കണ്ടില്ലെങ്കിൽ പോലും എന്നെ വന്ന് ഓടി വന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ഇന്ന് ഒരുപാട് അനുഭവം ഉണ്ട്. ചേച്ചി ഒരു സെൽഫി എടുത്തിട്ട് പേടിച്ചൊക്കെ, അങ്ങനെ ഒന്നും പേടിക്കണ്ട. എൻ്റെ അടുത്ത് വരിക, മിണ്ടുക. ഞാൻ എന്താ പറയുക, സാധാരണക്കാരിയായ ഒരു ആളാണ്. അതെ. സോ ഇപ്പോ ചേച്ചി നമ്മുടെ മുമ്പ് കുറെ വിവാദങ്ങൾ നടന്ന് നമ്മുടെ റൂമേ ആയിട്ട് ഇപ്പോഴും പോവാറുണ്ടോ അങ്ങോട്ടേക്ക്, റൂമിലേക്ക്? റൂമ മാമുമായിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നെ ഈ ഒരു കോലത്തിൽ കോലമൊന്നല്ല, ആ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു സുന്ദരിയാക്കിയത് എൻ്റെ റൂമ മാം തന്നെയാണ്, എൻ്റെ റൂമ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ മൈക്രോബ്ലേഡ് തൊട്ടാണ് എൻ്റെ ഒരു മേക്ക് ഓവർ തുടങ്ങുന്നത്. ഇപ്പം പീലി എക്സ്റ്റൻഷൻ, അതുപോലെ ഹെയർ, അതുപോലെ ഗ്ലൂട്ടാത്തയോണ്, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ്, ഇതൊക്കെ ചെയ്യുന്ന അവിടെ നിന്നാണ്. അപ്പം എന്നെ പല്ലി എലി എന്നൊക്കെ വിളിച്ചവര് മാറ്റി പറഞ്ഞത് റൂമേൽ ചെന്നിട്ട് തന്നെയാണ്. യെസ്, അവരുടെ ട്രീറ്റ്മെന്റിൽ തന്നെയാണ് മാറ്റി. ഇനിയിപ്പം നോവോകെയറിൽ പോകണം, എൻ്റെ പല്ലൊന്ന് ശരിയാക്കാൻ ഡോക്ടേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് സമയമില്ല. എൻ്റെ പല്ലെടുത്ത് അവർക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന വല്ല സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ കൊടുത്തിട്ട് പോയേനെ. അതിന് പോകാൻ പോലും സമയമില്ല. എൻ്റെ കരീഷ്മ പറഞ്ഞ പോലെ എന്റെ പല്ലെടുത്തിട്ട് കൊടുത്തിട്ട് പോവായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇത് നിന്റെ പല്ല് തന്നെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ എനിവേ ചേച്ചി, നമ്മൾ ഏകദേശം കുറെ സമയമായി സംസാരിക്കുന്നു. ബാബുസ്വാമി വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. എന്റെ ആശ്രമത്തിലൊക്കെ വരാറുള്ളൊക്കെ വന്നിട്ടുണ്ട് ബാബുസ്വാമി. കറക്റ്റ് അത്. ബാബുസ്വാമി നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. കുട്ടാ നാഗ ചേച്ചി, ലവ് യു. നാഗ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. മുഖം നോക്കാതെ പ്രതികരിക്കുന്നതാണ് ആ ദേവിയും തന്നെ വിളിക്കാം. അവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് അത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ?
കാമുകനെ കുറിച്ച് പറഞ്ഞപ്പോൾ രേണുസുതി കാണിച്ചത് ഇങ്ങനെ അത് തീരെ സാധനം അടിപൊളി സാധനം. കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ ലൈൻ കട്ട്. കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇത് മതി കേട്ടാ, നമുക്കിത് മതി. ഈശ്വരാ, ലൈൻ ഇത് കട്ട് ഇത് കട്ടയില്ല. എന്ത് വിധി ഇത്, സാധനം വായിന്ന് തന്നെ വന്ന വല്ലാത്ത ചതീത് ഓർക്കാപ്പുറത്തെ. എക്സ്ക്ലൂസീവ് സാധനം കിട്ടി, ഈശ്വരാ. ഹൈലൈറ്റിനുള്ളത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഹാപ്പിയായി, എന്റെ ജീവിത സഫലമായി. ഓക്കെ ഓക്കെ. ലാത്തിരിപ്പൂ തിരിപ്പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, ലാത്തിരിപ്പൂ തിരിപ്പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സേ ആസ്വദിക്കാൻ ആവോളം, ലാത്തിരിപ്പൂ തിരിപ്പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ. ബാക്കി അറിയത്തില്ല, ബാക്കി അറിയത്തില്ല. ബാക്കി പറയത്തില്ല. അല്ല, നിന്റെ തലയെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച്. അയ്യോ, ഞാൻ ഒന്നും കൂടെ സോറി പറയുന്നു. സോറി, ഓ, വേണ്ട, പറ്റിപ്പോയി. സോറി, പറ്റിപ്പോയതാണ്. ആലോചിക്കണ്ട. അത് പ്രേക്ഷകർക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ട്, അത് നമ്മൾ ക്രിയേഷൻ ചെയ്തതാണോ. ഞാൻ അത് പിന്നെ ക്ലാരിഫിക്കേഷൻ. നമ്മളെ ഓൾറെഡി ഒരിക്കലും ഒരു ക്രിയേറ്റീവ് അല്ല. എന്റെ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ആമിനയ്ക്ക് അറിയാം അല്ലെ. എന്നെ ഇന്റർവ്യൂ എടുത്ത് ഒരുപാട് ആങ്കർമാര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആങ്കർമാരുണ്ട്. അപ്പം അവർക്കൊക്കെ അറിയാം എന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇവര് സ്ക്രിപ്റ്റ് ഒന്നും, ഒരു ചോദ്യം പോലും ഇവർ എന്നോട് പറഞ്ഞു തരത്തില്ല. അവര് ഇരിക്കും, ഡയറക്ടർ ആക്ഷൻ പറയും, ക്യാമറ ഓൺ ആകും, പടപടാതെ ചോദ്യം ഉത്തരവാണ്. എന്റെ ആങ്കർമാരെന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് എന്റെ കൂടെയുള്ള ആങ്കർമാർ, നീയും എല്ലാ ആങ്കർമാരും. അപ്പം അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നേ ഞാൻ ഉത്തരം ചില സമയം ഞാൻ മുട്ടിപ്പോയിട്ടുണ്ട്. ഉത്തരം മുട്ടിപ്പോയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് കണ്ടിട്ടുമുണ്ട് പല ഇന്റർവ്യൂവിലും. ഒരിക്കലും സ്ക്രിപ്റ്റ് അല്ല, ഒരു ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് അല്ല. ഈ ഒരു ഇതിന് മെയിൻ സ്ട്രീം വണ്ണിന്റെ ഈ ചാനലിന്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് അല്ല. അന്നേരം അങ്ങനെയൊക്കെ ആ സാഹചര്യം സിറ്റുവേഷനൊക്കെ പറ്റിപ്പോയതാണ്. ഞാൻ അവളോട് സോറി പറഞ്ഞു. ഓക്കെ. നമ്മൾ തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട്, ഒരു ചേച്ചി അനിയത്തി ബന്ധമുണ്ട്. യെസ്, അതെ, ഇന്നും അത് നിക്കട്ടെ പോലെ. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം. അപ്പൊ ന്യൂ ഇയർ അടിച്ചു പൊളിക്ക്. ഇനിയും ബഹ്റിനിലും പോയി യുകെയിലും പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി വെറും കൈയോടെ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ കൊണ്ടുവന്നേ പറ്റുള്ളൂ, നിർബന്ധമാണ്. കുറച്ച് നാളായി കാണുന്നു. ഞാൻ സമയം പോട്ടെ. ഇക്കയാണോ? ഇക്ക പോടി. ഓക്കെ. അപ്പൊ ചേച്ചി എനിവേ ഒരുപാട് സന്തോഷം. ഞാൻ ഇനിയും കാത്തിരിക്കും എന്തെങ്കിലും കൊണ്ടുവരും. ചേച്ചി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സിലായി. എന്നെ അല്ല, എന്റെ സാധനം കൊണ്ടുവരുന്നല്ലേ. ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും ബഹറിന് പോയിട്ട് വരട്ടെ, നമുക്ക് അടുത്ത ഇന്റർവ്യൂ കൊടുക്കാം. അപ്പം എനിവേ ഇനിയും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ